ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സിക്സ്ത് സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലി ക്രിസ്മസ് എക്സാമിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഓക്കെ, നമുക്ക് പ്രവർത്തനം ഒന്ന് എന്താണെന്ന് നോക്കാം. വായിക്കാം, എഴുതാം. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. വൻമരങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് എന്ത്? പേരാൽ എന്ന് നൽകിയിട്ടുണ്ട് അല്ലെ. ഇത് താങ്ങുവേരുകളുള്ള ഒരു വൃക്ഷമാണ്. ലോകത്ത് ഇന്നുള്ളതിൽ ഏറ്റവും വലിയ പേരാൽ കൊൽക്കത്തയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ്. ഇതിന് അനവധി താങ്ങുവേരുകളുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പേരാൽ കാണപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരിലുള്ള കണ്ണശ്ശിയമ്മൻ കാവിലാണ്. ഇതിന് 100-ലധികം താങ്ങുവേരുകളുണ്ട്. പൂർണ്ണമായും വംശനാശം വന്നെന്ന് കരുതിയിരുന്ന അത്യപൂർവമായ കാവിലിപ്പ എന്ന വൃക്ഷം അടുത്ത കാലത്ത് കൊല്ലം ജില്ലയിലെ പരവൂരിനടുത്തുള്ള ആയിരവല്ലി മഹാദേവക്കാവിൽ കണ്ടെത്തുകയുണ്ടായി. കാവുകളിൽ നടത്തിയ പഠനങ്ങളിലാണ് ഈ മരത്തെ കണ്ടെത്തിയത്. അതുകൊണ്ട് കാവിലിപ്പ എന്ന പേര് നൽകിയത്. കാവുകളിലെ മറ്റൊരു സാന്നിധ്യമാണ് മിസ്റ്റിക്ക ചതുപ്പുകൾ. കണ്ടൽ സസ്യങ്ങൾക്ക് സമാനമായ ഇതിനെ ശുദ്ധജല കണ്ടലുകൾ എന്നും വിളിക്കാറുണ്ട്. യഥാർത്ഥ കണ്ടലുകളും നമ്മുടെ കാവുകളിലുണ്ട്. കൊല്ലം ജില്ലയിലെ കൊല്ലത്തമ്മ കാവിലും കണ്ണൂർ ജില്ലയിലെ തെക്കുംപാട് തായ്ക്കാവിലും കോഴിക്കോട് ജില്ലയിലെ തെക്കയിൽ ഭഗവതി കാവിലും യഥാർത്ഥ കണ്ടലുകൾ ധാരാളമുണ്ട്. ഏറ്റവും കൂടുതൽ കണ്ടലുകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ തെക്കുംപാട് തായ്ക്കാവിലാണ്. കണ്ടൽക്കാട്ടിലെ കാവ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ലോകത്ത് നമ്മുടെ പശ്ചിമഘട്ട വന മേഖലകളിൽ മാത്രം ധാരാളം കുറിഞ്ഞി സസ്യങ്ങളുണ്ട്. ഇവയിൽ ചിലതെല്ലാം കാവുകളിലുമുണ്ട്. ചെറുംകുറിഞ്ഞി, കരിങ്കുറിഞ്ഞി, തൊട്ടുകുറിഞ്ഞി, തഴിക്കുറിഞ്ഞി, വെറ്റിലക്കുറിഞ്ഞി, മരക്കുറിഞ്ഞി എന്നിവയെ വിവിധ ഇടങ്ങളിലെ കാവുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണല്ലേ, ഈ ഒരു പാരഗ്രാഫാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. കാവുകളെ കുറിച്ചിട്ടാണ് അല്ലെ. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ സസൂക്ഷ്മം വായിച്ച് ശരി ഉത്തരം കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രവർത്തനം. അപ്പൊ ശുദ്ധജല കണ്ടലുകൾ കാവുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിലെ കൊല്ലത്തമ്മക്കാവിൽ ശുദ്ധജല കണ്ടലുകൾ ധാരാളമുണ്ട്. ഇനി ഓപ്ഷൻസ് നോക്കൂ. പ്രസ്താവന 1 മാത്രം ശരി, പ്രസ്താവന 2 മാത്രം ശരി, ഓപ്ഷൻ ഇ. പ്രസ്താവന 1ഉം 2ഉം ശരി, ഓപ്ഷൻ ഡി. പ്രസ്താവന 1ഉം 2ഉം തെറ്റ്. അപ്പൊ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? അതെ, ഓപ്ഷൻ സി ആണ് അല്ലെ. സോറി, ഓപ്ഷൻ ഡി ആണ്, സി ആണ്. അതായത് പ്രസ്താവന 1ഉം 2ഉം ശരി എന്നുള്ളതാണ്. അവിടെ ഇ എന്നുള്ളിടത്ത് സി ആണ് വരേണ്ടത്. പ്രസ്താവന 1ഉം 2ഉം ശരി. ഓക്കെ, കാവിലിപ്പ ഏത് വിഭാഗത്തിൽ പെടുന്നു? യഥാർത്ഥ കണ്ടൽ, ശുദ്ധജല കണ്ടൽ, വൃക്ഷം, കുറിഞ്ഞി. ഏത് വിഭാഗത്തിലാണ്? അതെ, വൃക്ഷമാണ് അല്ലെ കാവിലിപ്പ എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ആൻസർ? എന്താണ്? വൃക്ഷം. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ പേരാൽ കണ്ടെത്തിയിട്ടുള്ളത് എവിടെ? കേരളത്തിലെ ഏറ്റവും വലിയ പേരാൽ എവിടെയാണ് കണ്ടെത്തിയിട്ടുള്ളത്? അതെ, കൊൽക്കത്തയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ, കൊൽക്കത്തയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ. ലേഖനം വായിക്കുമ്പോൾ കാവുകളിൽ കണ്ടെത്താൻ കഴിയാത്ത കുറിഞ്ഞി സസ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. താടിക്കുറിഞ്ഞി, വെറ്റിലക്കുറിഞ്ഞി, മരക്കുറിഞ്ഞി, നീലക്കുറിഞ്ഞി. ഇതിൽ ഏതാണ്? അതെ, താടിക്കുറിഞ്ഞിയാണ് അല്ലെ. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, താടിക്കുറിഞ്ഞി. ഈ ലേഖന ഭാഗത്തിന് ഉചിതമായ ഒരു തലക്കെട്ട് നൽകുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തലക്കെട്ട് നൽകാവുന്നതാണ്. കാവുകളും വൈവിധ്യവും എന്നോ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക? ഉചിതമായ ഒരു തലക്കെട്ട് നൽകുക. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 2 നോക്കാം. ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കാം എന്നുള്ളതാണ്. കളിക്കിടയിൽ KPC ലളിതയുടെ നാടക അനുഭവമാണല്ലോ. KPC ലളിതയുടെ കളിക്കിടയിൽ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ സംഭവം നടക്കുന്ന സമയം നിങ്ങൾ സ്റ്റേജിന് മുന്നിൽ ഇതെല്ലാം കാണുന്നു എന്നിരിക്കട്ടെ. നാടകം നടക്കുന്ന സ്ഥലം, നാടകാവതരണം, സ്റ്റേജിന്റെ നിറം, ഭംഗി, വിസിൽ മുഴങ്ങുന്നത്, കർട്ടൻ ഉയരുന്നത് തുടങ്ങി അവസാനം വരെയുള്ള സംഭവങ്ങൾ ദൃക്സാക്ഷി വിവരണമായി അവതരിപ്പിക്കുക. ചടുലവും മനോഹരവുമായ ഭാഷ ഉപയോഗിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എന്താ തയ്യാറാക്കേണ്ടത്? ദൃക്സാക്ഷി വിവരണമാണ് അല്ലെ. അപ്പൊ നമ്മളാണ് അവിടെ ആ സ്ഥാനത്ത് നടക്കുമ്പോൾ നമ്മൾ അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, ഒരു ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. ആൾക്കൂട്ടത്തിരക്കിൽ സ്റ്റേജിന് മുന്നിൽ നിന്ന് ഞാൻ ആ നാടകം വീക്ഷിക്കുകയായിരുന്നു. നാടകം നടക്കുന്ന സ്ഥലം മനോഹരമായി അലങ്കരിച്ചിരുന്നു. സ്റ്റേജിന് ചുവപ്പ് നിറത്തിലുള്ള കർട്ടനായിരുന്നു. കാണികളുടെ ആകാംക്ഷ നിറഞ്ഞ നിശബ്ദതയെ ഭേദിച്ച് ഒരു വിസിൽ ശബ്ദം മുഴങ്ങി. അതോടെ കർട്ടൻ ഉയർന്നു. സ്റ്റേജിൽ KPC ലളിതയുടെ അസാധാരണമായ പ്രകടനം ആരംഭിച്ചു. ഓരോ ചലനവും ഭാവവും കഥാപാത്രത്തിന് ജീവൻ നൽകുന്നതായിരുന്നു. നാടക അവതരണം വളരെ ചടുലവും മനോഹരവുമായിരുന്നു. കാണികൾ ശ്വാസമടക്കി പിടിച്ച് ആ പ്രകടനം ആസ്വദിക്കുന്നു. കയ്യടികളുടെയും ആർപ്പുവിളികളുടെയും അകമ്പടികളോടെ നാടകം അതിന്റെ പാരമ്യത്തിലെത്തിക്കഴിഞ്ഞു. അവസാനം കർട്ടൻ വീഴുമ്പോൾ ലളിതയുടെ അഭിനയ മികവ് ഓരോ പ്രേക്ഷകന്റെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. അതൊരു അവിസ്മരണീയമായ നാടക അനുഭവം തന്നെയായിരുന്നു. ഇനി നമുക്ക് പ്രവർത്തനം 3 നോക്കാം. എന്താണ്? പ്രവർത്തനം 3 ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് അല്ലെ.
ഓക്കെ, നമുക്കത് കവിത വായിച്ചു നോക്കാം. ഒരു ചെടിയും നട്ടു വളർത്തി ലോണപ്പൂവ് എങ്ങനെ നുള്ളാൻ, ഒരു വയലും കൂട്ടി വിതച്ച് ലോണച്ചോറ് എങ്ങനെയുണ്ണാൻ, ഒരു വാഴക്കന്നും നട്ടി ലോണപ്പഴം എങ്ങനെ തിന്നാൻ, ഒരു കഴി നൂൽ പോലും നൂറ്റി ലോണത്തുണി എങ്ങനെ അണിയാൻ, ഒരു കരളിൽ സ്നേഹം പാകി ലോണക്കടിയിൽ എന്തു കളിക്കാൻ, ഉള്ളത്തിൽ കള്ളക്കർക്കടം എങ്ങനെ പൊന്നോണം പുലരാൻ. NV കൃഷ്ണവാര്യരുടെ ഓണം എന്ന കവിതയാണല്ലോ ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓണം ആഘോഷത്തിന് നിറഞ്ഞ ഓർമ്മകൾ നമ്മളിലുമുണ്ടല്ലോ. നമ്മളും ഓണത്തിന് ആഘോഷിക്കാറുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ ഓണത്തിന് ബന്ധപ്പെട്ട് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും അല്ലെ. ആ ഓർമ്മകളും കവിതയിൽ കവി പങ്കുവെക്കുന്ന ആകുലതകളും ചേർത്ത് ഓണം എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു ആസ്വാദന കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ആസ്വാദന കുറിപ്പ് നോക്കാം. NV കൃഷ്ണവാര്യരുടെ ഓണം എന്ന കവിത ഓണാഘോഷത്തിന്റെ ബാഹ്യമായ ആർഭാടങ്ങളെ ചോദ്യം ചെയ്യുകയും ആന്തരികമായ നന്മയുടെയും സ്നേഹത്തിന്റെയും പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു. കവി ഓരോ വരിയിലൂടെയും നമ്മോട് ചോദിക്കുന്നത് അടിസ്ഥാനപരമായ പ്രയത്നങ്ങളില്ലാതെ അതിന്റെ ഫലം അനുഭവിക്കുന്നതിലെ അനീതിയാണ്. ഒരു ചെടി നട്ടുപരിപാലിക്കാതെ ഓണപ്പൂവ് എങ്ങനെ നുള്ളാൻ കഴിയും? വയലിൽ പണിയെടുക്കാതെ ഓണച്ചോറ് ഉണ്ണാനാകുമോ? വാഴക്കന്ന് നടാതെ ഓണപ്പഴം തിന്നാനാകില്ല. അതുപോലെ കുറച്ചു നൂൽ പോലും നൂൽക്കാതെ ഓണക്കോടി അണിയുന്നതും അർത്ഥശൂന്യമാണ്. ഈ ഭൗതികമായ പ്രവൃത്തികളെ കവി ആന്തരികമായ വികാരങ്ങളായി ബന്ധിപ്പിക്കുന്നു. കരളിൽ സ്നേഹം പാകാതെ എന്തു ഓണക്കളിയാണ് കളിക്കാൻ സാധിക്കുക? ഉള്ളിൽ കള്ളവും ചതിയും നിറച്ച കർക്കടക മാസത്തിന്റെ പ്രതീതിയാണെങ്കിൽ പൊന്നോണം എങ്ങനെ പുലരും? ഓണത്തിന്റെ യഥാർത്ഥ സന്തോഷം പ്രയത്നത്തിലും സത്യസന്ധതയിലും പരസ്പര സ്നേഹത്തിലുമാണെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. കേവലം ആചാരങ്ങൾക്കുമപ്പുറം മനസ്സിന്റെ നന്മയാണ് യഥാർത്ഥ ഓണാഘോഷത്തിന് വേണ്ടതെന്ന സന്ദേശമാണ് ഈ കവിത നൽകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 4. ബാപ്പ ഹബീബ് സംവിധാനം ചെയ്ത മീനും ഞാനും എന്ന ഹ്രസ്വ സിനിമ കണ്ടുവല്ലോ. അതിലെ കാഴ്ച വെല്ലുവിളി നേരിടുന്ന കഥാപാത്രത്തെ കുറിച്ച് വിശദമായി പ്രതിപാദിച്ച് അയാളുടെ ജീവിത ചുറ്റുപാടുകൾ, മനോഭാവം, സഹജീവി സ്നേഹം എന്നിവ വിശദീകരിച്ച് ഒരു കഥാപാത്ര കുറിപ്പ് തയ്യാറാക്കുക. സംവിധാന മികവ്, സംഭാഷണമില്ലാത്ത സിനിമ ഇവ ചേർക്കുമല്ലോ. ഉചിതമായ ഒരു തലക്കെട്ട് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. പ്രകാശമില്ലാത്ത കാഴ്ചകൾ. ബാബക് ഹഫീബിഫറിന്റെ മീനും ഞാനും എന്ന ഹ്രസ്വ സിനിമയിൽ ഒരു കാഴ്ച വെല്ലുവിളി നേരിടുന്ന പ്രധാന കഥാപാത്രം ലളിതവും എന്നാൽ അർത്ഥവത്തുമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. കടൽ തീരത്തുള്ള അയാളുടെ ചെറിയ വീടും ചുറ്റുപാടുകളും അയാളുടെ സ്വയം പര്യാപ്തതയും പ്രകൃതിയോടുള്ള അടുപ്പത്തെയും സൂചിപ്പിക്കുന്നു. കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിലും അയാളുടെ ജീവിതം നിരാശയുടേതല്ല, മറിച്ച് പ്രതീക്ഷയുടേതാണ്. ഓരോ ദിവസവും മീൻ പിടിക്കാൻ പോകുന്നത് മറ്റ് ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ലോകത്തെ അറിയുന്നതും അയാളുടെ മനോഭാവത്തിലെ ദൃഢതയെ കാണിക്കുന്നു. മീൻപിടുത്തത്തിനിടയിൽ കിട്ടിയ മീനിനോട് അയാൾ കാണിക്കുന്ന ദയയും പിന്നീട് അതിനെ തിരികെ വെള്ളത്തിലേക്ക് ഇടുന്നതും അയാളുടെ സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. സംഭാഷണങ്ങളില്ലാത്ത ഈ സിനിമയിൽ സംവിധായകൻ കഥാപാത്രത്തിന്റെ ആന്തരിക വികാരങ്ങളെയും അയാളുടെ ലോകത്തെയും ദൃശ്യങ്ങളിലൂടെയും ശബ്ദങ്ങളിലൂടെയും പ്രേക്ഷകരിലേക്ക് അതിമനോഹരമായിട്ട് എത്തിക്കുന്നു. കൂട്ടുകാരെ എന്ത് ചെയ്യുക, ഇതുപോലെ കഥാപാത്രത്തെ കുറിച്ചൊരു ലഘു കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.